ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുമ്പോൾ നാം എല്ലാവരും ശിക്ഷിക്കപ്പെടാറുണ്ടെങ്കിലും പല രീതിയിലുള്ള ശിക്ഷകളാണ് നമുക്ക് ലഭിക്കാറുള്ളത്. കുഞ്ഞുങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടുന്നതും മുതിർന്നവരുടെ തെറ്റുകൾ കൂടുതൽ ഗൗരവമായി പരിഗണിക്കപ്പെടുന്നതും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അറിവോടും സമ്മതത്തോടും കൂടി നാം ചെയ്യുന്ന തെറ്റുകൾക്ക് കൂടുതൽ കഠിനമായ ശിക്ഷകൾ നാം സ്വീകരിക്കേണ്ടി വരുമെന്ന സത്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ യജമാനന്റെ ഹിതമെന്തെന്നറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ഒരുങ്ങുകയോ ചെയ്യാത്തവൻ കഠിനമായി ശിക്ഷിക്കപ്പെടും, എന്നാൽ അറിയാതെയാണ് ഒരുവൻ പാപം ചെയ്യുന്നതെങ്കിൽ ലഘുവായി ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് പറയുന്നതിലൂടെ എല്ലാ തെറ്റുകൾക്കും ശിക്ഷയുണ്ടെങ്കിലും നമ്മുടെ തെറ്റുകളുടെ കാഠിന്യമനുസരിച്ചാണ് നാം എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നത് എന്ന സത്യമാണ് യേശുനാഥൻ വെളിപ്പെടുത്തുന്നത്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തിൽ, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല എന്ന് യേശുനാഥൻ പറയുന്നതിലൂടെ 1 തിമോത്തിയോസ് 1:13 മുൻപ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിക്കും, എന്തെന്നാൽ അറിവില്ലാതെ അവിശ്വാസിയെ പോലെയാണ് ഞാൻ പ്രവർത്തിച്ചതെന്ന് പൗലോസ്ലീഹ പറയുന്നതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, നാം അറിയാതെ ചെയ്യുന്ന തെറ്റുകൾക്ക് ലഘുവായ ശിക്ഷകളാണ് നമുക്ക് ലഭിക്കുക എന്ന സത്യമാണ്. എന്നാൽ എന്തുകൊണ്ട് ആദ്യ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തിയുടെ പുസ്തകം 2:17 ദൈവം വ്യക്തമായി പറയുന്നു, നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കരുത്, ഭക്ഷിച്ചാൽ ആ ദിവസം മരിക്കുമെന്ന് പറഞ്ഞിട്ടും ബോധപൂർവം അത് ഭക്ഷിച്ചത് കൊണ്ടാണ് അവർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ഞാനല്ലാതെ മറ്റൊരു ദേവന്മാർ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് ദൈവം കൽപ്പന നൽകിയിട്ടും മറ്റു ദേവന്മാരെ അവർ സ്വീകരിച്ചത് കൊണ്ടാണ് ഒരുപാട് വർഷങ്ങളായി ഇസ്രായേൽ ജനത ഒരുപാട് ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ തെറ്റിൻ്റെ കാഠിന്യമനുസരിച്ചാണ് നാം എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം തെറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിലൂടെയാണ് നമുക്ക് ശിക്ഷ ലഭിക്കുന്നത് എന്ന സത്യമാണ്. അതുകൊണ്ടാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സത്യമെന്തെന്ന് തിരിച്ചറിഞ്ഞിട്ടും നാം ബോധപൂർവം പാപം ചെയ്യുകയാണെങ്കിൽ നിത്യനരകാഗ്നിയായിരിക്കും നമുക്കായി കാത്തിരിക്കുന്നത്. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത്, എപ്രകാരമുള്ള തെറ്റുകളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാറുള്ളത്? പലപ്പോഴും ദൈവം എന്തെന്നറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ കൽപ്പന എന്തെന്നറിഞ്ഞിട്ടും നാം ബോധപൂർവം തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ തെറ്റുകൾക്ക്, അറിവോടെയുള്ള നമ്മുടെ തെറ്റുകൾക്ക് നാം കഠിനമായി ശിക്ഷിക്കപ്പെടും എന്നുള്ള സത്യം. 2 കൊരിന്തോസ് 5:10 നാം വായിക്കുന്നു, നാം എല്ലാവരും നമ്മുടെ നന്മതിന്മകൾക്കനുസരിച്ച് പ്രതിഫലം സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കൽ നിൽക്കേണ്ടി വരും. ഈ ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദൈവം എന്തെന്നറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്തെന്നറിഞ്ഞിട്ടും തെറ്റ് ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ശിക്ഷാവിധിയിൽ നിന്നും ഒരു രക്ഷ നേടുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുക. നാം എല്ലാവരും ജനിച്ചാൽ മരിക്കുമെന്നും മരണശേഷം നമുക്കൊരു നിത്യവിധി ഉണ്ടെന്നും ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അപ്രകാരം ഒരു ബോധ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് തെറ്റുകളിൽ അകപ്പെടാതെ ശിക്ഷകൾ സ്വീകരിക്കാതെ നിത്യതയിൽ ദൈവത്തോട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുകയുള്ളൂ. പ്രഭാഷകന്റെ പുസ്തകം 5:5 നാം വായിക്കുന്നു, ക്ഷമിക്കുമെന്നോർത്ത് നീ വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ തെറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നാം എല്ലാവരും ശിക്ഷിക്കപ്പെടുന്നതെന്ന ബോധ്യത്തോടുകൂടെ തെറ്റുകളില്ലാതെ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും പരിശ്രമിക്കുക. തെറ്റുകൾ കൂടാതെ ജീവിക്കുവാൻ പരിശുദ്ധിയമ്മയോട് ചേർന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.